ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ കുഞ്ഞു വ്ളോഗ്സ്. നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു ബട്ടൂര റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പിന്നെ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനെക്കാട്ടിലും ഒന്നുകൂടെ ലൂസായിട്ടാണ് നമ്മൾ മാവിരിക്കേണ്ടത്. അപ്പോൾ നല്ലവണ്ണം കുഴച്ച് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചിട്ട് ഒരല്പം ഓയിൽ മുകളിലൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ, ഏകദേശം ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2.5 മണിക്കൂറിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ മാവ്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബൗൾസും ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഭട്ടൂര ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കോരി മാറ്റാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഭട്ടൂര ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ യൂട്യൂബിൽ തന്നെ ഹിറ്റായ റെസിപ്പിയാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറൊക്കെ എല്ലാവരും മറക്കാതെ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.